അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എം എൻ എന്ന് പറയുന്നൊരു ഫങ്ഷൻ എം മൈനസ് എൻ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എം ഗ്രേറ്റർ ദാൻ എൻ. 0 എന്ന് പറയുന്നത് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഈ കേസാണ് നമ്മൾ ചെയ്യുന്നത്. എഫ് ഓഫ് എം എൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്, എമ്മും എന്നും ഉണ്ട്. എം മൈനസ് എൻ ആണ് പെർഫോം ചെയ്യുന്നത് എപ്പോഴാണ് എം ഗ്രേറ്റർ ദാൻ എൻ ആകുമ്പോൾ. എം ഗ്രേറ്റർ ദാൻ എൻ ആകുമ്പോൾ എം പ്ലസ് എൻ ചെയ്യണം. എം ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? 0 എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എം ഇപ്പോൾ നേരത്തെ കണക്ക് 3 എൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മൈനസ് എൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടുന്ന ആൻസർ 1 ആണ്. സോ 1 ഡിസ്പ്ലേ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വണ്ണുകൾ, ദെൻ 2 1, ദെൻ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ഡീലിമിറ്ററായ 0 യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 3 വണ്ണുകൾ എഴുതി, 2 വണ്ണുകൾ, ഇത് എം, ഇത് എൻ. 0 എന്ന് പറയുന്നത് മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ഡീലിമിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1 കണ്ടു കഴിഞ്ഞാൽ അതിനെ ബ്ലാങ്ക് ആക്കും. ദെൻ ഏറ്റവും അവസാനം വരുന്നതിനെ ബ്ലാങ്ക് ആക്കും. ദെൻ വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ബ്ലാങ്കിന് തൊട്ട് ശേഷം വരുന്ന 1നെ വീണ്ടും ബ്ലാങ്ക് ആക്കി. വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്തു, ഇതിനെ ബ്ലാങ്ക് ആക്കി. ദെൻ തിരിച്ച് നമ്മളിവിടെ വരും, ഇതിനെ ബ്ലാങ്ക് ആക്കി. ദെൻ ഇതിനെ ബ്ലാങ്ക് ആക്കി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ തിരിച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇനി 0 ഉള്ളൂ, നമ്മുടെ ഡീലിമിറ്ററായ 0 ഉള്ളൂ. ആ 0 എന്ത് ചെയ്യണം? നമുക്ക് കറസ്പോണ്ടിങ് ആക്ഷൻസ് എന്ന് പറയുന്നത് 1 1 0 1 1. ആക്ച്വലി നടക്കുന്നത് ഇത് തമ്മിൽ വെട്ടിക്കളഞ്ഞ് ഈ 0ക്ക് മുന്നേയുള്ള 1 എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇതിനകത്ത് വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ കട്ട് ചെയ്തു ബി, ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്തു, ഇതിനെ കട്ട് ചെയ്തു ബി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. ദെൻ വീണ്ടും ഇത് കട്ട് ചെയ്ത് അതിനെ ബി ആക്കി, ഇത് കട്ട് ചെയ്ത് ബി ആക്കി. ദെൻ വീണ്ടും നമ്മൾ 1 കട്ട് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് ബി ആക്കി. ദെൻ 0 എന്ന് പറയുന്നത് ഒരു ഡീലിമിറ്ററാണ്, അതായത് നമുക്ക് ആൻസർ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ആൻസർ കഴിഞ്ഞു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തിരിച്ച് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ഈ ബിയെ എന്താക്കുക? വീണ്ടും 1 ആക്കി മാറ്റുക. അതിനേക്കാൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? 0 കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്താക്കുക? 1 എന്നാക്കുക. തിരിച്ച് വന്ന് ബ്ലാങ്കിനെ 1 ആക്കുന്നതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0യെ 1 ആക്കുക. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് 1. 3 - 2 എന്ന് പറയുന്നത് 1. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ഡീലിമിറ്ററിന് മുന്നേ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 1 1 0 1 1 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തു. 0ക്ക് മുന്നേ പിന്നെ എന്തേ ഉള്ളൂ? 1. അതായത് ആൻസർ 1 ആണ്. പക്ഷേ ഇത് നമ്മൾ ട്യൂറിംഗ് മെഷീനിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് 1 കാണുമ്പോൾ എന്ത് ചെയ്യും? അതിനെ ബ്ലാങ്ക് ആക്കും. ദെൻ തിരിച്ചു ചെല്ലുമ്പോൾ 0 മാത്രമേ ഉള്ളൂ, കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കാൻ 1 ഇല്ല. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മുടെ ആൻസർ ലാസ്റ്റ് പൊസിഷനിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആ ബിയെ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ബി ആക്കിയതിനെ എന്ത് ചെയ്യുക? തിരിച്ചു പോയി 1 ആക്കും. സോ തിരിച്ചു പോയി 1 ആക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 0 കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? ആ 0യെ കട്ട് ചെയ്ത് 1 ആക്കി റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ m-n ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ പ്രാവശ്യവും പറഞ്ഞത് അതുപോലെ. അപ്പോൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദാറ്റ് ഇസ് ദ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്. Q0യിൽ നിന്ന് നമ്മളൊരു 1 കാണുമ്പോൾ എന്ത് ചെയ്യും? അതിനെ ബ്ലാങ്ക് ചെയ്ത് റൈറ്റിലേക്ക് പോകും അല്ലേ? ദെൻ അവിടെ നമ്മൾ 0 കണ്ടാലും 0 റൈറ്റിലേക്ക്, 1 കണ്ടു കഴിഞ്ഞാൽ 1 റൈറ്റിലേക്ക്. എപ്പോഴേ ഒരു ചേഞ്ച് വരത്തുള്ളൂ? ബ്ലാങ്ക് കാണുമ്പോഴാണ്. സോ നമ്മൾ ബ്ലാങ്ക് കണ്ടു കഴിഞ്ഞാൽ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോയി, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു വന്ന് ആ ലാസ്റ്റ് ബ്ലാങ്കിന് തൊട്ട് മുമ്പേ ഉള്ള 1നെ എന്ത് ചെയ്യും? ബ്ലാങ്ക് ആക്കി കൺവേർട്ട് ചെയ്യും. സോ ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യും? 1 കാണുന്നിടത്ത് എന്ത് ചെയ്യും? 1നെ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും.
അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്നത് Q3 എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഓക്കെ, തിരിച്ച് വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴും എന്താണ് 0യും 1ഉം അതുപോലെ തന്നെ. പിന്നെ നമ്മൾ എവിടെ വരണം? ബ്ലാങ്ക് ചെയ്തത് എവിടെയോ അവിടേക്ക് വന്നിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ തിരിച്ച് ലെഫ്റ്റിലേക്ക് വരുന്ന പൊസിഷനിൽ 0യെ കണ്ടാൽ 0 തന്നെ, 1നെ കണ്ടാൽ 1 തന്നെ. എപ്പോഴാണ് ചേഞ്ച് വരുന്നത്? ബ്ലാങ്ക് കാണുമ്പോഴാണ്. ബ്ലാങ്ക് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്? സ്റ്റാർട്ടിങ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. സോ Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റിലേക്ക് പോയി. എന്താണ്? ബ്ലാങ്ക് കാണുമ്പോൾ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോയി. ഓക്കെ, ദെൻ ഇത് നമ്മുടെ എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൻ ആവുമ്പോൾ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസാണ്. ഓക്കെ, അപ്പോൾ Q0യിൽ നിന്ന് 1 വന്നാൽ അതിനെ ബ്ലാങ്ക് ആക്കി റൈറ്റിലേക്ക് പോവുക. പിന്നെ എത്ര 0യോ എത്ര 1ഓ വന്നു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ എഴുതും. എപ്പോഴൊരു ചേഞ്ച് വരുമെന്ന് വെച്ചാൽ ബ്ലാങ്ക്. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്ലാങ്ക് കാണുന്നത് വരെ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്ലാങ്ക് കണ്ടാൽ അതിനെ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോയി. ലെഫ്റ്റിൽ നമ്മൾ ഫസ്റ്റ് 1 കാണുന്നത് ആ 1നെ മാറ്റി ബ്ലാങ്ക് ആക്കി വെക്കും. ദെൻ വീണ്ടും എത്ര 0 ഉണ്ടോ എത്ര 1 ഉണ്ടോ അത് അതുപോലെ വെച്ച് തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ലെഫ്റ്റിലെ ഏറ്റവും അറ്റത്തുള്ള ബ്ലാങ്കിൽ എത്തിച്ചേരുമ്പോൾ എന്ത് ചെയ്യും? ആ ബ്ലാങ്കിന് ശേഷം വരുന്ന 1നെ വീണ്ടും കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതെന്ന് പറയുന്നത് Q0യിലേക്ക് നേരത്തെ വന്ന അതേ സ്റ്റേറ്റിലേക്ക് വീണ്ടും വന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്നത് നമ്മൾ ആ ഒരു ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, അതായത് ബ്ലാങ്ക് നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയി. ബ്ലാങ്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു 0 വന്നു കഴിഞ്ഞാൽ, അപ്പം Q2വിനകത്ത് 1 വരുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? Q3 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്. ആ 1 റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്, ലെഫ്റ്റിലേക്ക് വരുന്നു. ഇനി അവിടെ 1 റീപ്ലേസ് ചെയ്യാനില്ല, 0യാണ് സ്റ്റേജ്. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ 0യാണ് സ്റ്റേജ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? 0 കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ 0യെ നമ്മൾ എന്ത് ചെയ്യണം? 1 ആക്കി കൺവേർട്ട് ചെയ്യണം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് പോയി ആ 1നെ എന്ത് ചെയ്യുക? ബ്ലാങ്ക് ആക്കിയതിനെ എന്ത് ചെയ്യുക? 1 ആക്കുക. അപ്പോൾ അതിന് നല്ലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Q2യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 0 വന്നു കഴിഞ്ഞാൽ അതിനെ 1 ആക്കി ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു മൂവ് ചെയ്യുക. കാരണം നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ Q അക്സെപ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ വന്നു, ഫൈനൽ സ്റ്റേജിൽ നമ്മൾ. ഓക്കെ, അപ്പോൾ Q2 എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് 1 വച്ച് ബ്ലാങ്ക് റീപ്ലേസ് ചെയ്യാനില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 1 1 1 0 1 1 ഇത് വെച്ചു റീപ്ലേസ് ചെയ്തു, ഇതും റീപ്ലേസ് ചെയ്തു, ഇതിനെയും റീപ്ലേസ് ചെയ്തു. അന്നേരം നമ്മൾ റൈറ്റ് ചെന്നപ്പോൾ 0യേ ഉള്ളൂ, 1 ഇല്ല റീപ്ലേസ് ചെയ്യാൻ. 1 ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? 1 ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ചെയ്ത് ഈ സ്റ്റെപ്പിലേക്ക് പോകും. 1 ഇല്ല, 0യാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ 0യെ കട്ട് ചെയ്ത് എന്താക്കുക? 1 ആക്കുക. സോ 1 ഈസ് ദ ഫൈനൽ ആൻസർ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇനി ഇത് M ഗ്രേറ്റർ ദാൻ N. M ലെസ് ദാൻ N ആണെങ്കിലോ? M ലെസ് ദാൻ N-ന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ 1 1 0 1 1 1 ഇതാണെങ്കിൽ ഇത് കട്ട് ചെയ്തു, ദെൻ ഇത് കട്ട് ചെയ്തു, ദെൻ ഇതാണ് 0 1 എന്നാണ്. 1 0 ആണെങ്കിൽ നമുക്കൊരു കൗണ്ട് എഴുതാം. 0 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആൻസർ 0 എന്നാണ് വരേണ്ടത് അല്ലേ? f(m(n) = m - n എപ്പോഴാണ്? ഇഫ് M ഗ്രേറ്റർ ദാൻ N. എൽസ് അടുത്ത കണ്ടീഷൻ എന്താണ്? 0 ഇഫ് M ലെസ് ദാൻ ഓർ ഈക്വൽ ടു N. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 0 ആണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. അപ്പോൾ 0 ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത കണ്ടീഷൻ അനുസരിച്ച് വരുന്നത് 0യാണ്. 0 വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? 0 വരുന്നെങ്കിൽ നമ്മളതിനെ ബ്ലാങ്ക് വെച്ച് മാറ്റണം. നമുക്ക് 0 M - n 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേപ്പ് ഈസ് ബ്ലാങ്ക് എന്നാണ് മീനിങ്. അതിനകത്ത് 0 1 ഒന്നും വരാൻ പാടില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ 0യെയും ബ്ലാങ്ക് ആക്കണം, അത് കഴിഞ്ഞ് വരുന്ന 1നെയും ബ്ലാങ്ക് ആക്കണം. അപ്പോൾ ഇത് ഓൾറെഡി ബ്ലാങ്ക്, ഇത് ബ്ലാങ്ക്, ഇത് ബ്ലാങ്ക് ചെയ്തു, ഇത് ബ്ലാങ്ക് ചെയ്തു. പിന്നെ 0 1 വന്നു, അതിൽ 0യെയും ബ്ലാങ്ക് ചെയ്യണം, 1നെയും ബ്ലാങ്ക് ചെയ്യണം. ഏതിൻ്റെ കേസിൽ? M ലെസ് ദാൻ ഓർ ഈക്വൽ ടു N കേസിൽ. അപ്പോൾ നമ്മുടെ Q0യിൽ നിന്ന് ഒരു 0 വരികയാണെങ്കിൽ
Q0-യിൽ നിന്ന് 0 വരികയാണെങ്കിൽ നമ്മൾ Q4 എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, Q0-യിൽ നിന്ന് 0 വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലാങ്ക് ചെയ്യും. ദെൻ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യും അല്ലേ. ദെൻ Q4-ൽ നിന്നുകൊണ്ട് നമ്മൾ 1 ആണ് വരുന്നതെങ്കിൽ, Q4-ൽ നിൽക്കുമ്പോൾ വീണ്ടും 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് അടുത്ത കണ്ടീഷൻ എന്ത് തന്നെയാണ്? 1 ആണെങ്കിൽ നമ്മൾ 1 അതിനെ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോകും. ദെൻ അത് കഴിഞ്ഞ് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ബ്ലാങ്ക് ആണെങ്കിൽ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഏതിലേക്കോ മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, Q accept. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദിസ് ഈസ് M ഗ്രേറ്റർ ദാൻ N. ഇത്ര പോർഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു N. ഓക്കെ, അപ്പോൾ മൈനസ് എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. M ഗ്രേറ്റർ ദാൻ N ആണെങ്കിൽ M മൈനസ് N ആൻസർ കിട്ടും. M ലെസ് ദാൻ ഓർ ഈക്വൽ ടു N ആണെങ്കിൽ 0 ആണ്. 0 മീനിങ് ടേപ്പ് ബ്ലാങ്ക് ആയിരിക്കണം എന്നാണ്, empty ആയിരിക്കണം എന്നാണ്. അല്ലാതെ നമുക്കവിടെ 0 ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട, ടേപ്പ് ഫുള്ളായിട്ട് ബ്ലാങ്ക് ആക്കുക. അപ്പോൾ വരുന്ന 0 ആയാലും 1 ആയാലും എന്ത് ചെയ്യണം? ബ്ലാങ്ക് ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സബ്ട്രാക്ഷൻ ഫങ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാംസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ട്രാൻസിഷൻ ഡയഗ്രാംസ് വരയ്ക്കാമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസിഷൻ ഫങ്ഷൻസ്, ആ ഡെൽറ്റ വരുന്ന ഫങ്ഷൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളത് എഴുതി നോക്കണം. ഞാൻ ട്രാൻസിഷൻ ഡയഗ്രാം വരച്ച് തരികയാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ട്രാൻസിഷൻ ഫങ്ഷൻസ് നിങ്ങൾ എഴുതിക്കൊള്ളുക. അപ്പോൾ ഇങ്ങനെയാണ് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ട്യൂറിംഗ് മെഷീനകത്ത് പെർഫോം ചെയ്ത് ആൻസർ തരുന്നത്. ഇനി M ഗ്രേറ്റർ ദാൻ N ആണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റായിട്ടൊരു ആൻസർ ഉണ്ടാവും. ആ ആൻസർ ആയിരിക്കും ഫൈനലി നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. M ലെസ് ദാൻ ഓർ ഈക്വൽ ടു N ആണെങ്കിൽ 0 ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക. 0 മീനിങ് ടേപ്പ് empty എന്നാണ് മീനിങ്. സോ എന്ത് ചെയ്യുക? ഫുൾ ടേപ്പും ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ 2 കേസും വരുന്നതാണ് ഞാൻ വരച്ച ട്രാൻസിഷൻ ഡയഗ്രാം. ഓക്കെ.